വടകര സാൻഡ് ബാങ്ക്സിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി തോടിമറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടമുണ്ടായത്. സാൻഡ് ബാങ്ക്സിന് സമീപം കടലും പുഴയും ചേരുന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് അപകടം സംഭവിച്ചത്. അതായത് ഈ ഒരു ഭാഗത്താണ് അപകടമുണ്ടായത്. ഇവിടെ പുറങ്കര സ്വദേശി സുബൈറും മകൻ സുനീറുമാണ് അപകടത്തിൽപ്പെട്ടത്. സുനീർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ സുബൈറിനെ കാണാതായിട്ടുണ്ട്. ഇപ്പോൾ കോസ്റ്റൽ പോലീസിനെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒപ്പം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്ക്യൂ ബോട്ട് ഉൾപ്പെടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ തിരച്ചിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ഉള്ള സഹായമാണ് തേടിയിട്ടുള്ളത്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാവുന്നതിനനുസരിച്ചാണ് വടകരയിലേക്ക് ഈ ഒരു നേവിയുടെ ഹെലികോപ്റ്റർ എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാരും ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം ഇവിടെ സാൻഡ് ബാങ്ക്സിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോഴുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തത സംബന്ധിച്ച് നാട്ടുകാരിൽ നിന്നും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇവിടെ തെരുവ് വിളക്കുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല തെരുവ് നായ ശല്യം രൂക്ഷമാണ്. ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തിരച്ചിൽ നടത്താനുള്ള സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇവിടെ ഇല്ല. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം ആളുകൾ എത്തും, പലതരം വാഗ്ദാനങ്ങൾ നൽകും, പിന്നീട് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഒരു അപകടത്തിൽപ്പെട്ട തോണി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഭാഗത്തായിട്ടാണ് തോണി ഉള്ളത്. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഒരു ചെറിയ തോണി അപകടം സംഭവിച്ചത്. ഒഴുക്കിലും കാറ്റിലും പെട്ട് മറിഞ്ഞു. ബാപ്പയും മകനുമായിരുന്നു മത്സ്യബന്ധനത്തിന് പോയത്. അതിൽ മകൻ നീന്തി രക്ഷപ്പെട്ട് ബാപ്പ മിസ്സിങ്ങായി. സുബൈർ MP, ഒരു 62 വയസ്സ് പ്രായമുള്ള, ഇതുവരെ കിട്ടിയിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു തെരച്ചിൽ സംവിധാനങ്ങളും സജീവമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഒരു 5 വർഷത്തിലൊക്കെ ഒരു 10-20ഓളം മരണം ഈ സാൻഡ് ബാങ്ക്സ് പരിസരത്ത് നടന്നു. അന്നൊക്കെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പറയും സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ഒരു ലൈറ്റ് സംവിധാനങ്ങളും പോലും ഇന്നലെ രാത്രി ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ ഒരു ജനറേറ്റർ കൊണ്ടുവന്നിട്ട് അത് കേട് വന്നിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ടാണ് 2.5 മണിക്ക് ഒരു ചെറിയ ജനറേറ്റർ മേടിച്ചിട്ട് ആ ഭാഗത്ത് ലൈറ്റ് സംവിധാനം ഉണ്ടാക്കുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ നായ്ക്കളെ കൂട്ടങ്ങളാണ്. തെരഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതൊരു നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന ഈ സാൻഡ് ബാങ്ക്സിൽ ഈ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല ആൾക്കാരും പല കുട്ടികളും വരും. 1-2 കുട്ടികൾ ഇവിടുന്ന് മുമ്പ് മരണപ്പെടുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട്. അന്നും രക്ഷാപ്രവർത്തനം ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിൻ്റെ സാധനങ്ങൾ എക്യുപ്മെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാം, കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോകാമെന്നല്ലാതെ ഒരു സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും പല നാട്ടിൽ നിന്നും വരുന്നതാണ്. തൊട്ടിൽപ്പാലത്തു നിന്ന് ഒരു പയ്യൻ വന്ന് ഇവിടെ കടലിൽ വീണ് മരിച്ച്. ഒരു രക്ഷാപ്രവർത്തനം അന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാരാണ് ആ ബോഡി എടുക്കുന്നത്. അതേപോലെ ഒരുപാട് മരണങ്ങൾ ഈ പരിസരത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. സ്ഥിരമായ ഒരു രക്ഷാപ്രവർത്തനം വേണോ, രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ വേണോ, ഒരു സംവിധാനവും ഉണ്ടാകുന്നില്ല. അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് നിർബന്ധമായും പെടുത്തുകയും ഈ ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ടൂറിസം പദ്ധതി വേണ്ട, ഇത് അടച്ചിടലായിട്ടൊന്നും അല്ലേന്ന് പറഞ്ഞത്. കാരണം അപകടം സംഭവിക്കുമ്പോൾ മാത്രം സംസാരിക്കുക, അത് കഴിഞ്ഞ് പിന്നെ ഇത് അങ്ങ് വിട്ടുകളയുക, അങ്ങനത്തെ ഒരു സമീപനമാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓന് ജോലി കിട്ടിയ ഓന് മാത്രമല്ല ഈ നാട്ടിലെല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാണ്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.